കോമിക്കും മൂവിയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം റൺ ടൈം തന്നെയാണ്. കാരണം സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമോറോ കോമിക്കിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിൻ്റെ ആക്ഷൻ അല്ല, അതിൻ്റെ ഇമോഷണൽ ജേണിയാണ്. കോമിക്കിൽ കാറയും റൂത്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ പതുക്കെയാണ് ബിൽഡ് ചെയ്യുന്നത്. ഓരോ പ്ലാനറ്റിലും അവർ യാത്ര ചെയ്യുമ്പോൾ കാറയുടെ പാസ്, അവളുടെ പെയിൻ, ക്രിപ്റ്റോൺ നഷ്ടപ്പെട്ടതിൻ്റെ ട്രോമ, അതുപോലെ തന്നെ അവളുടെ ലോൺലിനെസ് ഒക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോമിക്സ് വായിച്ച് തീരുമ്പോൾ കാറയുടെ ക്യാരക്ടറിനോട് ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നുന്നത്. പക്ഷേ മൂവിയുടെ റൺ ടൈം വളരെ കുറവായതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ഇമോഷണൽ മൊമെന്റ്സ് കുറച്ചുകൂടി റഷായി തോന്നിയതായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മില്ലി അൽക്കോക്കിനും ഈവ റൈഡ്ലിക്കും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വളരെ നന്നായിരുന്നെങ്കിലും അവരുടെ ക്യാരക്ടർ ആർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ അവർക്ക് സമയം ലഭിച്ചില്ല. അതുപോലെ തന്നെ കാറയുടെ ക്യാരക്ടർ കോമിക്സിൽ നമ്മൾ കാണുന്ന ആ ഒരു ബ്രോക്കൺ അല്ലെങ്കിൽ ആംഗ്രി ആയിട്ടുള്ള ഒരു ഇമോഷണലി ഡാമേജ്ഡ് ആയ സൂപ്പറുകൾ തന്നെയാണ്. പല സമയത്തും അവളൊരു ഹീറോ ആയതുകൊണ്ടല്ല, മനുഷ്യരോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടും സ്വന്തം ട്രോമ കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. മൂവിയിൽ ആ ഒരു ആസ്പെക്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ കോമിക്കിലുള്ള ആ ഒരു അത്ര ഡെപ്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വില്ലനായിട്ടുള്ള ക്രെം, ഓണസ്റ്റ്ലി കോമിക്കിലുള്ള ക്രെം എനിക്ക് കൂടുതൽ ടെറിഫൈങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അയാളൊരു വില്ലൻ മാത്രമല്ല, വളരെ ക്രൂവലും മാനിപ്പുലേറ്റീവുമായ ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു. മൂവിയിൽ അവർ ക്രെമ്മിനെ കൂടുതൽ ക്രീപ്പിയും അല്ലെങ്കിൽ ഒരു സൈക്കോ പോലെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കോമിക്കിലുണ്ടായിരുന്ന ആ ഒരു കോംപ്ലക്സിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റും ഇവിടെ കുറവായിരുന്നു. പിന്നെ ആക്ഷൻ സീക്വൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ മൂവിക്ക് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം കോമിക്സിൽ ഇമാജിനേഷൻ ചെയ്ത പല മൊമെന്റ്സും ഇവിടെ സ്ക്രീനിലേക്ക് വരുന്നത് നന്നായിട്ട് അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിഷ്വൽ സ്പേസ് സീക്വൻസും അല്ലെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രാഫിയും ഒക്കെ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിപ്റ്റോയുടെ സീനൊക്കെ വളരെ നന്നായിട്ട് എൻജോയബിൾ ആയിരുന്നു. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് മില്ലി അൽക്കോക്ക് തന്നെയാണ്. ജെയിംസ് ഗൺ ആദ്യം കാസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് പേഴ്സണലി വളരെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഉറപ്പായി ഷീ ഈസ് ദ പെർഫെക്റ്റ് ആസ് കാര സോറൽ. കോമിക്കിലുള്ള ആ ഒരു ബ്രോക്കൺ സൂപ്പറുകളുടെ എസൻസ് വളരെ നന്നായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറഞ്ഞാൽ മൂവി മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ വുമൺ ഓഫ് ടുമോറോ കോമിക്ക് വായിച്ച ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ ഇതിലും മികച്ച അഡാപ്റ്റേഷൻ വർക്ക് അവർക്ക് നൽകാൻ കഴിയുമായിരുന്നു. കുറച്ചുകൂടി റൺ ടൈമും കുറച്ചുകൂടി ഇമോഷണൽ ഡെപ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് DCUവിലെ പുതിയ ഏറ്റവും മികച്ച ഒരു സിനിമകളിൽ ഒന്നായി മാറിയേനെ.